മണ്ടന്മാർ ലണ്ടനിൽ എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലണ്ടനിൽ വെച്ചായിരുന്നു നടന്നത്. ലണ്ടനിലെ ഷൂട്ടിങ്ങിന്റെ ഭാരിച്ച ചെലവ് കണക്കിലെടുത്ത് അത്യാവശ്യം വരുന്ന താരങ്ങളും ടെക്നീഷ്യൻസും മാത്രമായിരുന്നു ലണ്ടനിലേക്ക് പറഞ്ഞത്. അന്ന് സത്യൻ ഒരു ആക്ഷൻ രംഗമായിരുന്നു ചിത്രീകരിക്കാൻ പ്ലാൻ ചെയ്തത്. വില്ലനായ സത്താറിന്റെ കാറിനെ സുകുമാരൻ, ജഗദീഷ്, ശങ്കരാടി, നെടുമുടി, ബഹദൂർ എന്നിവർ കയറിയ കാർ ഓടിച്ചിട്ട് പിടിക്കുന്ന രംഗം. സ്റ്റണ്ട് മാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് സത്യനന്ദിക്കാട് തന്നെയായിരുന്നു ആക്ഷൻ രംഗം ഒരുക്കാൻ തുനിഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിന്റെ നിർമ്മാതാവായ റഷീദ് ലണ്ടനിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ഒരു സംഘടന സംവിധായകനെ പരിചയപ്പെട്ടു. കൂടുതൽ അറിഞ്ഞപ്പോൾ കക്ഷി ചില്ലറക്കാരനല്ലായിരുന്നു. സാക്ഷാൽ ജെയിംസ് ബോണ്ട് ചിത്രത്തിന് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയ സീൻ കോൺറയുടെ അസിസ്റ്റന്റ്. നിർമ്മാതാവ് ജെയിംസ് ബോണ്ട് ചിത്രത്തിന്റെ സ്റ്റണ്ട് അസിസ്റ്റന്റ് മലയാള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കാണാൻ ക്ഷണിച്ചു. അസിസ്റ്റന്റ് ഷൂട്ടിംഗ് കാണാൻ വന്ന ദിവസമായിരുന്നു സത്യനന്ദിക്കാട് തനിക്ക് അറിയാവുന്ന രീതിയിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. സത്യനന്ദിക്കാട് താരങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതിനിടയിൽ അസിസ്റ്റന്റ് വന്ന് സത്യനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഈ രംഗങ്ങൾ ഞാൻ എടുത്തു തരാം, വണ്ടി എന്റെ കൂട്ടത്തിലുള്ളവർ ഓടിക്കും. സത്യനന്ദിക്കാടിന്റെ മനസ്സിൽ ലഡുപൊട്ടി. ഇംഗ്ലീഷ് സ്റ്റൈലിലുള്ള ഷോട്ടുകൾ ചുളുവിലും ഫ്രീ ആയും സ്വന്തം സിനിമയ്ക്ക് കിട്ടിയല്ലേ. സത്യനന്ദിക്കാടിന് 100 വട്ടം സമ്മതമാണെന്ന് പറഞ്ഞു. ക്യാമറ ഒരു കുന്നിൻ മുകളിലേക്ക് മാറ്റി ഫിക്സ് ചെയ്യാൻ ക്യാമറമാൻ ആനന്ദക്കുട്ടന് നിർദ്ദേശം നൽകി. 2 കാറുകളും ദൂരെ കൊണ്ടു നിർത്തി. ജഗതിയും ശങ്കരാടിയും ബഹദൂറും മറ്റുള്ളവരും ഉത്സാഹത്തോടെ കാറിൽ കയറി. കാർ ഓടിക്കുന്നത് അവരുടെ ആളായതുകൊണ്ട് ഫിലിമിന്റെ റണ്ണിംഗ് സ്പീഡ് മാറ്റണോ എന്ന് ക്യാമറമാൻ ചോദിച്ചു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ജെയിംസ് ബോണ്ട് ചിത്രത്തിന്റെ സ്റ്റണ്ട് അസിസ്റ്റന്റ്. തന്റെ ആളുകൾക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു. ആക്ഷന്റെ അടയാളം കാണിച്ചതിന് 2 കാറുകളും പറക്കാൻ തുടങ്ങി. വളഞ്ഞും പുളഞ്ഞും തമ്മിലിടിച്ചും 2 ചക്രത്തിൽ മാത്രം ഒടിഞ്ഞും മരണപ്പാച്ചിൽ. സത്യനന്ദിക്കാടിനും സഹപ്രവർത്തകർക്കും ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് പറക്കുന്ന കാറുകളിൽ ഇരിക്കുന്നത്. അവർക്ക് ലണ്ടനിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴേക്കും ബോണറ്റിൽ നിന്നും പുകയെല്ലാം ചീറ്റിക്കൊണ്ട് തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ ശബ്ദത്തോടെ 2 കാറുകളും ലക്ഷ്യസ്ഥാനത്ത് തന്നെ പറന്നിറങ്ങി. നിർജ്ജീവമായ അവസ്ഥയിൽ ഒന്നും ഉരിയാടാതെ ശങ്കരാടിയും ബഹദൂറും ജഗതിയും പുറത്തിറങ്ങി. ആരും ഒന്നും മിണ്ടുന്നില്ല. സംവിധായകനും അണിയറ പ്രവർത്തകർക്കും അവർക്കരിയിലേക്ക് ഓടി അടുത്തുകൊണ്ട് ചോദിച്ചു, പേടിച്ചു പോയല്ലേ? ആദ്യം പുറത്തിറങ്ങിയ ശങ്കരാടി പറഞ്ഞു, ഹേയ്, ആര് പേടിച്ചു? പിന്നാലെ ഇറങ്ങിയ ജഗതി 7-ാം ആകാശത്തേക്കും സത്യനന്ദിക്കാടിന്റെ മുഖത്തേക്കും നോക്കി ശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ മുള്ളിക്കഴിഞ്ഞിരിക്കുന്നു.